ഹലോ അസ്സലാമു അലൈക്കും. തനിഷ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മൈദപ്പൊടി കൊണ്ടുള്ള കുത്തപ്പാണ് കേട്ടോ അത്. അപ്പോൾ അതൊന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ കുഴപ്പമില്ല, നല്ല ഓൾസായിട്ട് ബബിൾസൊക്കെ നല്ല വന്നിരിക്കണ്. അപ്പം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ഇനി തേങ്ങാപ്പാൽ കൂട്ടിയപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതേനു. അപ്പോൾ അത് സക്സസ് ആയിട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എനിക്കിതാ ബിരിയാണി വെക്കാനുള്ള കുറച്ച് ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നേരം വൈകിപ്പോയി. ഇത് എനിക്ക് ജുമ കഴിഞ്ഞ് വന്നപ്പോഴാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേഗം ഒരു തട്ടിക്കുട്ടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, എൻ്റെ ഇക്കാക്കയാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ ജംഷിക്കാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നോട് വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ റൈസൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പം ജുമ കഴിഞ്ഞ് വന്നപ്പം എന്തായാലും എല്ലാവർക്കും വേഗം ഒരു വിശപ്പുണ്ടാവുമല്ലോ. നേരത്തെ കാലത്ത് ചോറൊക്കെ ആവുന്നതാണ്, പക്ഷെ ഇന്നിപ്പം എന്തോ നേരം വൈകിപ്പോയി മഴയൊക്കെ ആയിരുന്നുകൊണ്ട്. അങ്ങനെ 2 കുക്കറിലാക്കിയിട്ട് വേഗം പെട്ടെന്ന് പരിപാടി കഴിക്കാണ് കേട്ടോ ഞാൻ. എൻ്റെ മോന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല ചില സമയങ്ങളിലൊക്കെ. അപ്പോൾ എനിക്ക് വേഗം ഫുഡ് ഉച്ചക്കത്തെ കിട്ടണം. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല നേരം വൈകിയും പോയി. അപ്പം വേഗം തിരക്കിട്ടാക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ഇവിടെയൊക്കെ വന്ന് കാണിക്കാം. ഇവിടെ വന്ന് കാണിച്ചതെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ ചോറ് നല്ലോണം ഇറക്കിക്കൂടെ, അട്ട പൊക്കിയിട്ടൊക്കെ ബിരിയാണിപ്പൊടി ഇടണം മേലെ. ശരിക്കും ഉള്ളിയൊക്കെ പൊരിച്ചിടലാണ്. അപ്പം നേരെ ഇല്ലാത്തതിനോണ്ട് നല്ല വിശക്കുണ്ട് ഗൈസ്. അപ്പം ഇതിങ്ങനെ ആക്കി ആവട്ടെ, ഞാനവിടെ പോയിരിക്കട്ടെ. ഗതികേടില്ലേ, പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ്ടോ ഞാൻ ഇതിലേക്കൊന്നും ഇടപെടാത്തത്. അങ്ങോട്ട് പോയിക്കോ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയൊന്നും ഇതിൽ തൊടിപ്പിക്കാൻ നിൽക്കണില്ല. ബിരിയാണി പൊടി എനിക്ക് കുറച്ച് വേഷിട്ടാണ്. പിന്നെ ഇതൊക്കെ ഇട്ട് ഒന്നൊന്ന് ആവി കൊള്ളിക്കട്ടെ, എന്നിട്ട് നമുക്ക് തിന്നാം. ഓക്കെ. പിന്നെ ഇതുപോലെ വാഴൻ്റെ ഇലയിൽ വെച്ചിട്ടൊക്കെ കണ്ടോ ഇടയ്ക്ക് ചോറുന്നൽ. അപ്പോൾ ഞാൻ കീർക്കാണ് ഇതൊക്കെ. വാഴൻ്റെ ഇല മോനെ പരിപാടിക്കൊന്നും നിൽക്കില്ല, എനിക്കതൊന്നും ഇഷ്ടമില്ല. ടേബിൾ മേൽ ചെമ്പും പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും നിങ്ങൾ ആരും ശ്രദ്ധിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഈ നേരം വൈകിയപ്പോഴാണ് അവിടെ വേഗം എടുത്തുകൊണ്ട് വെച്ചതാണ്. ഈ ഗ്രീൻ പീസ് 3-4 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് നമ്മളൊന്ന് കുക്കറിലെടുത്ത് 3-4 വിസിലാക്കി വെക്കാണ്. നമ്മൾ ബീച്ചിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒന്ന് ഗ്രീൻ പീസ് ഉണ്ടാക്കി നോക്കട്ടെ. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയാലും എന്താണെന്നറിയില്ല, മക്കൾക്ക് ഇപ്പോൾ വല്ലാതെ വിശപ്പാണ്. മഴ പെയ്തിട്ടാണോ എന്നറിയില്ല, ചൂടത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു ചുമ്മാ വെറുതെ എണ്ണക്കടികളൊക്കെ വാങ്ങണ്ടല്ലോ, കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആക്കി കൊടുക്കാം. 3-4 പച്ചമുളകും മല്ലിയിലും കരിവേപ്പിലയും, പിന്നെ ഇതുപോലെ 3-4 നല്ല പഴുത്ത തക്കാളി, 3 കോഴിമുട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇതിലേക്ക് വേണം. എന്നിട്ട് നല്ല എണ്ണ ചൂടായിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റാം. ഉള്ളി നല്ലോണം ഒന്ന് വഴന്ന് വരണമെന്നില്ല കേട്ടോ, ഒരു കടിക്കുന്ന രൂപത്തിലൊക്കെ മതി. നമ്മൾക്ക് ബീച്ചിൽ നിന്നൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ കാണില്ലേ അതുപോലെ. അപ്പം പിന്നെ ഇതാ ഇതിലേക്ക് പൊടികളെല്ലാം മസാലപ്പൊടികളും ഇടുക. ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ പെരുംജീരകം, കുരുമുളക് പൊടി, അങ്ങനെയുള്ള എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ വഴറ്റിയെടുത്തതിലേക്ക് പിന്നെ നമുക്കില്ലേ എന്താണോ വേണ്ടത്, കോഴിമുട്ട നന്നായിട്ട് ഒന്ന് കോഴിമുട്ട നടുവിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒടിച്ചെടുക്കുക കേട്ടോ. ഇതിലിട്ടിട്ട് പിന്നെ നമ്മൾ ഒടിക്കാത്ത കോഴിമുട്ടാണ് ഇടുന്നത്. അതൊരു ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഒടിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി, പിന്നെ ഈ കരിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർലിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.